മലമ്പുഴയിൽ വമ്പൻ ചർച്ചകൾ. വി.എസ്. അച്യുതാനന്ദന്റെ വിശ്വസ്തനായ എ. സുരേഷിനെ സ്ഥാനാർത്ഥിയാക്കാൻ യു.ഡി.എഫ്. വി.എസിന്റെ മകനെ സി.പി.എം കളത്തിലിറക്കിയാൽ മത്സരത്തിൽ നിന്ന് പിന്മാറുമെന്ന് സുരേഷ്. മലമ്പുഴയിലെ യു.ഡി.എഫ് സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുക അവസാന നിമിഷം. വി.എസ്. ഉയർത്തിയ രാഷ്ട്രീയ ശരിയും പാരമ്പര്യവും ഉയർത്തിപ്പിടിക്കുന്നതാകും മലമ്പുഴയിലെ രാഷ്ട്രീയ പോരാട്ടം. വി.എസ്. അച്യുതാനന്ദന്റെ വിശ്വസ്തനും സന്തത സഹചാരിയുമായിരുന്ന എ. സുരേഷ് യു.ഡി.എഫ് പാളയത്തിലേക്ക് ചുവടുറപ്പിക്കുമ്പോൾ മലമ്പുഴയിൽ രാഷ്ട്രീയ കരുനീക്കങ്ങൾ ശക്തമാകുന്നു. യു.ഡി.എഫിന്റെ സർജിക്കൽ സ്ട്രൈക്കിനെ നേരിടാൻ വി.എസിന്റെ മകൻ വി.എ. അരുൺകുമാറിനെ മലമ്പുഴയിൽ സി.പി.എം സ്ഥാനാർത്ഥിയാക്കിയേക്കും. എന്നാൽ വി.എസിന്റെ മകനെതിരെ മത്സരിക്കാൻ തനിക്ക് ബുദ്ധിമുട്ടുണ്ടെന്ന് സുരേഷ് തുറന്നു പറഞ്ഞത് യു.ഡി.എഫിനെ വെട്ടിലാക്കി. അരുൺകുമാർ വന്നാൽ തന്റെ തീരുമാനത്തിൽ പുനർവിചിന്തനം നടത്തുമെന്ന സുരേഷിന്റെ നിലപാട് മലമ്പുഴയിലെ യു.ഡി.എഫ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം സി.പി.എം പട്ടിക വന്നതിനു ശേഷം മതിയെന്ന തീരുമാനത്തിലേക്ക് കോൺഗ്രസിനെ എത്തിച്ചിരിക്കുകയാണ്. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ നയിക്കുന്ന പുതുയുഗയാത്ര പാലക്കാട്ടെത്തുമ്പോൾ എ. സുരേഷ് ജാഥയിൽ പങ്കെടുക്കുമെന്നാണ് വിവരം. സന്ദീപ് വാര്യരുടെ സാന്നിധ്യത്തിൽ കെ.പി.സി.സി നേതൃത്വവുമായി നടത്തിയ ചർച്ചയിൽ സുരേഷ് തന്റെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. സുരേഷിന്റെ യു.ഡി.എഫ് പ്രവേശനത്തെ വി.ഡി. സതീശൻ സ്വാഗതം ചെയ്തെങ്കിലും മലമ്പുഴയിലെ സ്ഥാനാർത്ഥിത്വത്തിൽ സസ്പെൻസ് തുടരുകയാണ്. സി.പി.എം സ്ഥാനാർത്ഥി ആരാണെന്ന് ഉറപ്പായ ശേഷം മാത്രം മതി സുരേഷിന്റെ പ്രഖ്യാപനമെന്നാണ് യു.ഡി.എഫ് കണക്കുകൂട്ടൽ. അരുൺകുമാറാണ് സ്ഥാനാർത്ഥിയെങ്കിൽ മറ്റൊരു സ്വതന്ത്രനെയോ കോൺഗ്രസ് നേതാവിനെയോ മലമ്പുഴയിൽ പരീക്ഷിക്കേണ്ടി വരും. വരും ദിവസങ്ങളിൽ കൂടുതൽ രാഷ്ട്രീയ വിസ്മയങ്ങൾ ഉണ്ടാകുമെന്ന് സതീശൻ അവകാശപ്പെടുമ്പോൾ മലമ്പുഴയുടെ പോരാട്ടം വി.എസിന്റെ പാരമ്പര്യത്തെ ചുറ്റിപ്പറ്റിയാകുമെന്ന് ഉറപ്പാവുകയാണ്. മലമ്പുഴയിൽ സി.പി.എം സ്ഥാനാർത്ഥിയായി വി.എ. അരുൺകുമാറിന് തന്നെയാണ് മുൻതൂക്കമെന്നാണ് പുറത്തുവരുന്ന സൂചനകൾ. വി.എസിന്റെ മകനെന്ന പരിഗണനയും മണ്ഡലത്തിലെ സ്വാധീനവും വോട്ടാക്കി മാറ്റാനാണ് സി.പി.എം ലക്ഷ്യമിടുന്നത്. എന്നാൽ സുരേഷിനെ പോലെ ഒരാൾ യു.ഡി.എഫ് സ്വതന്ത്രനായി മത്സരിക്കാൻ ഇറങ്ങുന്നത് പാർട്ടിയുടെ ഉറച്ച വോട്ടുകളിൽ വിള്ളൽ വീഴ്ത്തുമെന്ന് ഉറപ്പാണ്. ഇത് മുൻകൂട്ടി കണ്ടാണ് സുരേഷിനെ തിരിച്ചെടുക്കില്ലെന്നും അയാൾ എതിർപക്ഷത്തായാൽ പോലും വോട്ടുകളെ ബാധിക്കില്ലെന്നും എം.വി. ഗോവിന്ദൻ ആവർത്തിക്കുന്നത്. അച്യുതാനന്ദന്റെ വിശ്വസ്തനും നിഴലുമായിരുന്ന എ. സുരേഷ് യു.ഡി.എഫ് സ്വതന്ത്രനായി മത്സരിക്കാൻ ഒരുങ്ങുമ്പോഴും പാർട്ടിയേക്കാൾ ഉപരിയായി വ്യക്തിബന്ധങ്ങൾക്ക് നൽകുന്ന വിലയാണ് ഇപ്പോൾ ചർച്ചയാകുന്നത്. സി.പി.എം കോട്ടയായ മലമ്പുഴ നിലനിർത്താൻ വി.എസിന്റെ പാരമ്പര്യം തന്നെ വേണമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് ഒരു വിഭാഗം നേതാക്കൾ. ഇതിനായി വി.എ. അരുൺകുമാറിന്റെ പേരിനാണ് മണ്ഡലത്തിൽ മുൻതൂക്കം. അരുൺകുമാർ സ്ഥാനാർത്ഥിയായാൽ വി.എസ് പക്ഷക്കാരുടെ വോട്ടുകൾ ഉറപ്പിക്കാമെന്ന കണക്കുകൂട്ടലിലാണ് എ.കെ.ജി. സെന്റർ. സി.പി.എം സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്ന ശേഷം മാത്രം മലമ്പുഴയിൽ കൈപ്പത്തി ചിഹ്നത്തിലോ സ്വതന്ത്രനായോ ആരെ നിർത്തണമെന്ന് തീരുമാനിച്ചാൽ മതിയെന്നാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഇപ്പോഴത്തെ നീക്കം. പുറത്താക്കിയാൽ പുറത്താക്കിയത് തന്നെ എന്ന എം.വി. ഗോവിന്ദന്റെ കടുത്ത പ്രസ്താവന സുരേഷിനെ വേദനിപ്പിച്ചിട്ടുണ്ട്. പാർട്ടിക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ചിട്ടും തന്നെ അപമാനിച്ചവർക്കെതിരെ രാഷ്ട്രീയം പറയാൻ തന്നെയാണ് സുരേഷിന്റെ തീരുമാനം. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ നയിക്കുന്ന പുതുയുഗയാത്രയിൽ സുരേഷ് പങ്കെടുക്കുന്നതോടെ യു.ഡി.എഫ് പ്രവേശനം ഔദ്യോഗികമാകും. എന്നാൽ കോൺഗ്രസിന്റെ ഭാഗമാകാനോ പാർട്ടി വിമതർക്കൊപ്പം നിന്ന് സി.പി.എമ്മിനെ കണ്ണടച്ച് വിമർശിക്കാനോ താനില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. ജയവും തോൽവിയുമല്ല, മറിച്ച് തന്റെ രാഷ്ട്രീയം പറയാനുള്ള വേദിയായി മലമ്പുഴയെ കാണാനാണ് സുരേഷിന് താൽപര്യം. ഇടതുപക്ഷത്തിന്റെ പ്രതീകമായ വി.എസിന്റെ സന്തത സഹചാരികൾ പോലും യു.ഡി.എഫിലേക്ക് വരുന്നത് വരാനിരിക്കുന്ന വലിയ മാറ്റത്തിന്റെ സൂചനയാണെന്ന് വി.ഡി. സതീശൻ അവകാശപ്പെടുന്നു. മലമ്പുഴയിൽ സുരേഷിനെ നിർത്തി അട്ടിമറി വിജയം നേടാമെന്നായിരുന്നു യു.ഡി.എഫ് ലക്ഷ്യം. എന്നാൽ അരുൺകുമാർ ഫാക്ടർ സുരേഷിനെ പിന്നോട്ട് വലിപ്പിച്ചാൽ മലമ്പുഴയിൽ മറ്റൊരു കരുത്തുറ്റ സ്ഥാനാർത്ഥിയെ കണ്ടെത്തുക യു.ഡി.എഫിന് പ്രയാസകരമാകും. വരും ദിവസങ്ങളിൽ വി.എ. അരുൺകുമാറിന്റെയും സുരേഷിന്റെയും നീക്കങ്ങൾക്കായി കാതോർക്കുകയാണ് രാഷ്ട്രീയ കേരളം.